നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സിൽ നിങ്ങൾക്കായിട്ട് എന്താണെന്ന് നോക്കാം. എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ടോപ്പിക്കാണ് അല്ലേ? നമശിവായ്. 2 of Cups, very good. 10 of Pentacles, Temperance, Page of Pentacles, 5 of Swords and Duty, 4 of Pentacles, 8 of Cups, Fool, Lovers. Okay, good. Okay. നിങ്ങളെ ഇവിടെ ഞാൻ പറയും, നിങ്ങളെ അവരുടെ ഫാമിലി ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് കേട്ടോ. നിങ്ങളെ മനസ്സുകൊണ്ട് അവരുടെ ഫാമിലി തന്നെയാണ്. നിങ്ങളോട് ഒരുപാട് സ്നേഹമാണ്. ദേ വോണ്ട് ടു സേ ഐ ലവ് യു. ഓക്കെ. 2 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങൾ ഒന്നുകിൽ റീസെൻ്റ്ലി തമ്മിൽ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉടനെ തന്നെ അടുത്ത 2 ദിവസത്തിൽ തമ്മിൽ കാണാനുള്ള സാഹചര്യം വരുന്നതായിട്ട് കാണുന്നുണ്ട്. മ്യൂച്വൽ ലവാണ് എന്ന് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. നിങ്ങൾ അവരുടെ കുടുംബമായി തന്നെയാണ് അവർ മനസ്സിൽ നിങ്ങളെ കണ്ടിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് കേട്ടോ. അറ്റ് പ്രസൻറ്റ് അവർ നിങ്ങളിൽ നിന്നും ലോങ് ഡിസ്റ്റൻസിലാണ് എന്നും കാണുന്നു. ഒന്നുകിൽ ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും യാത്ര പോയതായിരിക്കാം, അല്ലെങ്കിൽ അവരിയ്ക്കുന്നതേ ദൂരെ ആയിരിക്കാം. ഓക്കെ. എന്ത് തന്നെ ആയിരുന്നാൽ നിങ്ങളുടെ ഇടയിൽ കമ്മ്യൂണിക്കേഷൻ ഉള്ളതായിട്ട് കാണുന്നു. നിങ്ങളുടെ വെയർഅബൌട്ട്സ് എല്ലാം തന്നെ ഇവർ കൃത്യമായിട്ട് അറിഞ്ഞു വെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് അപ്ഡേറ്റ്സ് ഇടുകയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും നിങ്ങൾ ആക്റ്റീവ് ആണെങ്കിൽ അത് ഫോളോ ചെയ്യുക, നിങ്ങളുടെ പിക്ചേഴ്സ് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുക, അങ്ങനത്തെ എല്ലാ കലാപരിപാടികളും നിങ്ങളുടെ പേഴ്സൺ ചെയ്യുന്നുണ്ട്. ഓക്കെ. 5 ഓഫ് സോർട്സ് വെച്ചിട്ട് വല്ലാത്ത സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ട് കാണുന്നു. ഒന്നുകിൽ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം അവർ ബോദർ ചെയ്യുന്നുണ്ടാവുക. കാരണം നിങ്ങളെ വേണ്ടത്ര കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. അവരുടെ മനസ്സിലുള്ളത് തുറന്ന് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊരു അവസ്ഥ. ഓക്കെ. അതുകൊണ്ട് തന്നെ വല്ലാത്ത സ്ട്രെസ് അനുഭവിക്കേണ്ട, ഉറക്കമില്ലായ്മ അനുഭവിക്കുന്നുണ്ട് എന്ന് കാണുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം ഫേസ് ചെയ്യാൻ അവർ തയ്യാറാണ്. രണ്ടും കൽപ്പിച്ച് നിങ്ങളുടെ റിലേഷനിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത് കേട്ടോ. ഏസ് ഓഫ് കപ്സ്, ഒരുപാട് സ്നേഹം തന്നെയാണ്. ലവേഴ്സും ഏസ് ഓഫ് കപ്സും രണ്ടും തന്നെ ഒന്നിച്ച് വന്നിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്, അവർ അറ്റ് പ്രസൻറ്റ് അവരുടെ ജോലിയിലേക്കും കൂടി ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളിത് കാണുന്ന സമയത്ത് ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലും നിങ്ങളുടെ കാര്യം മനസ്സിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. നിങ്ങളും നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധിക്കണം എന്നവർ പറയുന്നുണ്ട്. ഓക്കെ. നിങ്ങളുടെ പേഴ്സൺ ദൂര ദിക്കിലാണെങ്കിൽ നിങ്ങൾക്കായിട്ട് അവർ എഫേർട്സ് എടുക്കാൻ തയ്യാറാണ്, നിങ്ങളെ കാണാൻ വരാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് അവിടെ റീയൂണിയൻ്റെ എനർജി വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരു യൂണിഫോംഡ് ജോബിലൊക്കെ ആയിരിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ. ദൂര ദിക്കിൽ നിന്നും നിങ്ങളെ വന്ന് കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നും കാണുന്നുണ്ട് കേട്ടോ.